എന്റെ തൃച്ചംബരത്തപ്പ ഇതുപോലൊരടി എന്റെ ആയുസ് കണ്ടിട്ടില്ല. മോശം പറയല്ലോ, നല്ല ബെസ്റ്റ് അടി. അതും ഈ തണുപ്പത്ത് അടിക്കോ ചവിട്ടോ എന്ത് വേണോ അയക്കോ, പക്ഷെ അതെന്തിനാന്ന് കൂടി പറയണം. ഇവനായിട്ട് എനക്കൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ഇതൊക്കെ സ്ഥിരം ഏർപ്പാടാണ്. ഇതൊക്കെ നമ്മൾ എത്ര കാണുന്ന മനസ്സേ. ഇങ്ങനെ തല്ലണ്ട ആവശ്യമൊന്നുമില്ല. ആന്ന് പോലീസുകാരച്ച ഇവർക്കൊക്കെ എന്ത് തോന്നിയാസം കാണിക്കാൻ. ഈ പോലീസുകാർക്ക് എന്താ എന്റെ മോനോട് ഇത്രയും ദേഷ്യം? നിനക്കൊക്കെ സെക്യൂരിറ്റി തന്നേക്കുന്നത് നിനക്കൊക്കെ തോന്നിയാസം കാണിക്കാനാ? സ്വതന്ത്ര ഭാരതത്തിൽ എന്താണ് നടക്കുന്നത്? പാവപ്പെട്ട അധ്വാന വർഗത്തിന്റെ നെഞ്ചില് നിയമപാലകർ പൊങ്കാലയിടുന്ന അതിദാരുണമായ രംഗങ്ങളാണ് ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ജോലി ചെയ്താലും ആ നാട്ടുകാരുടെ മുഴുവൻ പ്രാക്ക് കേട്ട് അയാൾ അടങ്ങും. എന്റെ കൈ കയറി പിടിച്ചല്ലേ? ഈ വിവരം നീ ഇത് കണ്ടോളണം കേട്ടോ. നീ ഇത് കണ്ടോളേ. നിനക്ക് ആളിനെ മനസ്സിലായില്ല കേട്ടാ. ജനങ്ങൾ അധികാരത്തിലേറ്റിയ ഒരു ഭരണകൂടത്തിന്റെ മാനം കെടുത്താൻ, അതിനെ വലിച്ച് താഴെ ഇറക്കാൻ ഒരു പിടി പോലീസുകാരുടെ തോന്നിയാസം മതിയാവും എന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. എന്തായാലും വിക്രമൻ സാർ ഇത്തരം അക്രമമൊക്കെ കാണിച്ച സ്ഥിതിക്ക് നമ്മളമ്മ ഒന്നുകൂടെ കാണേണ്ടി വരും. എന്തെങ്കിലും ഒരു വഴി പറ. നീ ആ വർമ്മയെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അത്രക്ക് വേണ്ടായിരുന്നു എനിക്ക് അപ്പോഴേ തോന്നിയതാ. അടികൾ പലവിധം. ഉത്സവത്തിനടി, പെരുന്നാക്കടി, ഗാനമേളക്കടി, അതിന്റെയൊക്കെ തിരിച്ചടി. എന്താടോ വെച്ച് താമസിപ്പിക്കല്ല നേരെ വാടോ. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റ ആശാനും വീഴും. ഇസ്തിരിപ്പെട്ടിയൊക്കെ എടുത്ത് അടിച്ചൂല്ലേ? ചോദിച്ചു മേടിച്ചതാ സാറേ. സതീശനെ അറിയാലോ. എന്തെങ്കിലും പറ്റിയോ? സാഹസികമായ ജീവിതമാണല്ലോ ഞങ്ങളുടേത്. അതൊക്കെ പതിവായി സംഭവിക്കാറുള്ളതാണ്. പക്ഷെ അതുണ്ടായ സാഹചര്യങ്ങൾ കൂടെ നിങ്ങൾ പരിശോധിക്കണം. ആ സാഹചര്യം പരിശോധിക്കുമ്പോൾ ആരാണ് സ്ഥിരം പ്രശ്നക്കാരനെന്ന് മാധ്യമങ്ങൾ മനസ്സിലാക്കണം. വല്ല കാര്യമുണ്ടോ അടി കിട്ടുന്നിടത്ത് മുഖം കാണിച്ചിട്ട്? ഈ മുഖം കാണിച്ച അടിയെ കിട്ടൂ. സമാധാനം എന്നൊരു 4 അക്ഷരം ചേർന്ന വാക്കുണ്ടല്ലോ, അതിനെതിരെ നിൽക്കുന്നവരെ വേരോടെ പിഴുതെറിഞ്ഞ് നമുക്ക് ഈ നഗരം ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കണം. നിങ്ങൾ തെരുവിൽ തല്ലി തീർക്കാൻ അല്ലെങ്കിൽ കിട്ടുന്നയിടത്ത് തല്ലി തീർക്കാനാണെങ്കിൽ പിന്നെ ഇവിടെ പോലീസും മറ്റു സംവിധാനവും എന്തിനാണ്? അതാണ് ചോദ്യം. പോലീസുകാരൻ നല്ല കൈവെക്കലേടാ. നിന്നെ ഞാൻ അകത്താക്കൂടാൻ തോന്നുന്നു. ഞാനെന്താ ഈച്ചയോ പൂച്ചയോ പഴുത്ത മാങ്ങയോ വല്ലതാണോ പിടിച്ച് അകത്താക്കാൻ? ഞാൻ അവനെ വിടില്ല. അവൻ എവിടെയും പോവില്ല. എന്റെ അടുത്ത് വരും. ഇനിയാണ് കളി. ഇനിയാണ് ബാപ്പു കളി വരാൻ പോകുന്നത്.